സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം. നമ്മുടെ ഗ്രാമങ്ങളിൽ അക്ഷരവും അറിവുമൊക്കെ സാർവത്രികമായത് ഗ്രാമങ്ങളിൽ തന്നെ ജീവിച്ചു പോയ എഴുത്താശാന്മാരുടെ അക്ഷീണമായ പ്രവർത്തനം കൊണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ രണ്ടവസരങ്ങളിലായാണ് വിദ്യാഭ്യാസം സാർവത്രികമായി മാറ്റിയെടുക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുള്ളത്. ആദ്യത്തേത് നമ്മൾ വിവരിച്ചു കഴിഞ്ഞു. രണ്ടാമത്തേത് എന്ന് പറയുന്നത് 15-ാം നൂറ്റാണ്ടോടുകൂടിയാണ്. അത് അലാവുദ്ദീൻ ഖിൽജി അയാളുടെ താണ്ഡവ നൃത്തം സൗത്ത് ഇന്ത്യയിൽ മുഴുവനും പടർത്തിയപ്പോൾ രക്ഷയില്ലാതെ മാലിക് കാഫർ എന്ന് പറയുന്ന ഭൃത്യൻ്റെ കൈകളിൽ നിന്നും രക്ഷപ്പെട്ട് ആ കാലഘട്ടങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന ബൗദ്ധന്മാർ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നുമൊക്കെ പല സ്ഥലങ്ങളിലേക്കും പിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. അതിൽ കേരളത്തിലേക്ക് വീണ്ടും ഒരു സംഘം വരികയാണ്. ആദ്യകാലത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്, അവരുടെ പൂർവികന്മാരായിട്ടുള്ളവരെല്ലാവരും ബൗദ്ധന്മാർ എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ വന്ന് അവർക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ വിദ്യാഭ്യാസം സാധാരണ ആൾക്കാർക്ക് കൊടുത്തിരുന്നു എന്ന കാര്യം. അതാണ് പള്ളിക്കൂടങ്ങൾ എന്ന് പറയുന്നൊരു വാക്ക് തന്നെ നമുക്കുണ്ടായത്. ഇപ്പോൾ ഞാനത് വളരെ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുള്ളത് കൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല. രണ്ടാമത്തെ തവണ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം സാർവത്രികമായത് 15-ാം നൂറ്റാണ്ടോടുകൂടിയാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യവും നമ്മൾ ഏകദേശം പ്രതിപാദിച്ചു കഴിഞ്ഞു. കോഴിക്കോടിൻ്റെ ചരിത്രകാരനായ തമ്പാൻ തമ്പുരാൻ ലിഖിതപ്പെടുത്തിയിട്ടുള്ളതുപോലെ സാമൂതിരിയും കോഴിക്കോടും എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥത്തിൽ വ്യക്തമാക്കി വച്ചിരിക്കുന്നത് 1421 പരദേശികളായിട്ടുള്ള എഴുത്താശാന്മാർ മലബാറിൽ വരികയും സാമൂതിരിയെ കാണുകയും വിദ്യ നാട്ടുമ്പുറങ്ങളിൽ കുട്ടികൾക്ക് അഭ്യസിപ്പിക്കുവാൻ വേണ്ടതായിട്ടുള്ള അനുമതി വാങ്ങിക്കുകയും ചെയ്യുന്നത്. ഈ 1421 സംഭവിച്ച കാര്യം ചരിത്രമൊന്നും വേണ്ടതുപോലെ പ്രതിപാദിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, മലയാളത്തിലെ അറിവിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഒരു കാരണവശാലും വിസ്മരിക്കുവാൻ പറ്റിയ ഒരു വർഷമല്ല അത്. ആ വർഷം സാമൂതിരിയെ കണ്ട് സാധാരണ ആൾക്കാർക്ക് വിദ്യ അഭ്യസിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്ന അദ്ദേഹത്തിൻ്റെ അനുമതി, അത് ആജ്ഞയാണ്. അനുമതി, രാജാവിൻ്റെ അനുമതി ആജ്ഞയാണ്. ആ ആജ്ഞ വാങ്ങാൻ സാധിച്ചത് കൊണ്ടാണ് അവർക്കിവിടെ ജന്മിമാരെയും പ്രഭുക്കന്മാരെയും നാടുവാഴികളെയും ചാതുർവർണ്ണത്തിലെ ഉന്നതന്മാരായിട്ടുള്ളവരെയൊക്കെയും വല്ലാതെയൊന്നും ശ്രദ്ധിക്കാതെ അവനവൻ്റെ കർത്തവ്യ നിർവഹണത്തിൽ വ്യാപൃതരാകുവാൻ സാധിച്ചത്. അതിനു മുമ്പ് അത് സാധിക്കുമായിരുന്നില്ല. കാരണം അവർക്ക് ഭരിക്കുന്നവരുടെ അനുമതി കിട്ടിയിരുന്നില്ലല്ലോ. അപ്പം സാമൂതിരിയുടെ കയ്യിൽ നിന്ന് ഒരു ഓർഡർ കിട്ടുമ്പോൾ, ആജ്ഞ കിട്ടുമ്പോൾ, അത് പിന്നെ നിരക്കെ പരക്കെ അംഗീകരിക്കപ്പെടുകയാണല്ലോ ഉണ്ടാവുക. ഒരു ജന്മിയും അതിനെതിരെ നിൽക്കുകയില്ല, ഒരു പ്രഭുവും അതിനെതിരെ നിൽക്കുകയില്ല. കാരണം രാജാവ് ഭരണാധികാരിയാണ്. ഭരണാധികാരിയെ എതിർക്കുന്നത് അത്ര ഭൂഷണമാവുകയില്ല ജന്മിമാർക്ക് എന്നതറിയാത്തവരല്ലല്ലോ അവർ. അതുകൊണ്ട് അവർ എടുത്ത തന്ത്രം എന്ന് പറയുന്നത് ഈ സാമൂതിരിയുടെ ഈ ആജ്ഞ, അതായത് പരദേശത്തു നിന്ന് വന്നിട്ടുള്ള എഴുത്താശാന്മാരായിട്ടുള്ള കുറച്ചു പേരെ അവരുണ്ടായിരുന്നുള്ളൂ രണ്ടാം സംഘത്തിൽ. അവർ പ്രധാനമായും അധ്യാപക വൃത്തി നടത്തിയിരുന്നവരാണ്.
അവരെങ്ങനെയാണ് ഇവിടെ വന്നത്, ഏത് കാരണം കൊണ്ടാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് വീണ്ടും വിസ്തരിക്കുന്നില്ല. അങ്ങനെ അവർ ഈ മലബാറിൽ വന്ന് സാമൂതിരിയുടെ കയ്യിൽ നിന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച് മറ്റുള്ളവരെ വിദ്യാഭ്യസിപ്പിക്കുക എന്ന ആഗ്രഹം സാധിച്ചെടുക്കുകയാണല്ലോ. ജന്മിമാർ കൂട്ടം കൂടിയിട്ട് ഒരു തീരുമാനത്തിലെത്തി, അവരെ നമുക്കിനി എതിർക്കാൻ പറ്റില്ല. ഇതിനു മുൻപ് അവർ നടത്തിയിട്ടുള്ള അഭ്യാസങ്ങളൊക്കെ നമ്മൾ തീവച്ച് കളയുകയും പിന്നെ ചവിട്ടി തേച്ച് കളയുകയും ഒക്കെ ചെയ്തുവെങ്കിലും ഈ സംഭവം പറ്റില്ല. കാരണം സാമൂതിരിയുടെ ആജ്ഞയാണ്. അപ്പോൾ അവരെന്ത് തീരുമാനിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ പ്രഭു കുടുംബങ്ങളിലും വാഴുന്നവരുടെ കുടുംബങ്ങളിലും പറ്റുമെങ്കിൽ ജന്മിമാരുടെ കുടുംബങ്ങളിലുമുള്ള കുട്ടികളെ, അത് പെൺകുട്ടികൾ പ്രത്യേകിച്ചും, ഈ പരദേശികളായിട്ടുള്ളവരും ഇവിടെ അടിഞ്ഞുകൂടി കിടക്കുന്ന എഴുത്താശാന്മാരായി കഴിയുന്നവർക്കും, അതായത് അവർക്ക് വേറെ പണിയൊന്നുമില്ല, അവർ പാടത്തും പറമ്പിലുമൊക്കെ പണിയെടുക്കുകയാണ് ഇപ്പോൾ. അവർക്ക് അക്ഷരങ്ങൾ തൊടാൻ പാടുകയില്ല എന്നുള്ളതാണ് ഒരു ഓർഡർ. എവിടെ നിന്ന്? ജന്മിമാരുടെ കയ്യിൽ. അവർക്കൊക്കെ ഒരു അവസരം കൊടുക്കാം നമുക്ക്. എന്താണ് അവസരം? ഈ പ്രഭുക്കന്മാരുടെയും വാഴുന്നവരുടെയും ജന്മിമാരുടെയും ഒക്കെ കുടുംബങ്ങളിൽ, ബംഗ്ലാവുകളിൽ ഉള്ള കുട്ടികൾക്ക് അവർ വിദ്യ കൊടുക്കട്ടെ. അതാണ് അവർ തീരുമാനിച്ചത്. പ്രത്യക്ഷത്തിൽ ഇത് കേൾക്കുമ്പോൾ വളരെ എന്താ പറയേണ്ടത്, നല്ല ഒരു സമീപനമാണ് എന്ന് നമുക്ക് തോന്നാം. അവർക്ക് ഏതായാലും പണിയില്ല. അപ്പോൾ അങ്ങനെ പണിയുമ്പോൾ, അങ്ങനെ ഇവർ വിദ്യ അഭ്യസിപ്പിക്കുമ്പോൾ അവർക്ക് ഒരു വേതനം കൊടുക്കാനും തീരുമാനിച്ചു. വേതനം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ജന്മിമാരുടെയും വാഴുന്നവന്മാരുടെയും ഒക്കെ പ്രഭുക്കന്മാരുടെയും ഒക്കെ അനന്തവിശാലമായി കിടക്കുന്ന പറമ്പുകളിൽ വീഴുന്ന തേങ്ങകളിൽ ഒരു 10-15 എണ്ണം കൊടുത്ത് കുറച്ച് മാങ്ങ പറിച്ചെടുത്ത് കൊടുത്ത് തലയിൽ വെച്ച് കൊടുക്കുക, പൊക്കോട്ടെ. മാസത്തിൽ 1 വട്ടമോ 2 തവണയോ അയാൾ പോയി കുടുംബത്തിൽ പോയി കുട്ടികളെ കണ്ട് വീട് വരട്ടെ. ഇതാണ് അവർക്ക് കൊടുത്ത വേതനം. ഈ പ്രക്രിയക്ക്, അതായത് ജന്മി കുടുംബങ്ങളിൽ, പ്രഭു കുടുംബങ്ങളിൽ, വാഴുന്നവരുടെ കുടുംബങ്ങളിൽ വിദ്യ അഭ്യസിപ്പിക്കുന്നതിന് അവർ പറഞ്ഞ ഒരു വാക്കുണ്ട്, ആ പ്രവൃത്തിക്കൊരു വാക്കുണ്ട്, പേരുണ്ട്, എഴുത്താശാൻ താമസിക്കൽ എന്നാണ്. അപ്പം എഴുത്താശാൻ താമസിക്കൽ എന്ന് പറയുന്നത് ചരിത്രത്തിൽ അടയാളപ്പെട്ട് കിടക്കുന്ന ഒരു പ്രയോഗമാണ്. ജോലിയൊന്നുമില്ലാതെ അന്യദേശത്ത് നിന്ന് വന്ന് ഇവിടെ നട്ടം തിരിഞ്ഞ് നടക്കുന്ന എഴുത്താശാന്മാരായിട്ടുള്ള വധ്യാന്മാർക്ക് പ്രഭു കുടുംബങ്ങളിൽ എഴുത്താശാൻ താമസിക്കൽ എന്ന് പറയുന്ന ജോലി കിട്ടിയെന്നർത്ഥം. ഈ എഴുത്താശാൻ താമസിക്കൽ എന്ന് പറയുന്ന ജോലി ആദ്യകാലങ്ങളിൽ കൊള്ളാമെന്ന് ഇവർക്കും തോന്നി. ഇപ്പം ഇതേക്കുറിച്ച് കെ ബാലകൃഷ്ണക്കുറുപ്പ് എന്ന് പറയുന്ന ഒരു പ്രമുഖനായ സാമൂഹ്യ ചിന്തകൻ, പ്രഗത്ഭനായ വാഗ്മി, വിശ്വാസങ്ങളുടെ കാണാപ്പുറങ്ങൾ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ആ വിശ്വാസങ്ങളുടെ കാണാപ്പുറങ്ങളിൽ അദ്ദേഹം പ്രതിപാദിക്കുന്ന പ്രധാനമായിട്ടും ഈ എഴുത്താശാന്മാരുടെ വരവും അവരുടെ അധ്യാപന രീതികളും അവരുടെ ജീവിത നിലവാരങ്ങളെക്കുറിച്ചുമൊക്കെയാണ് പ്രധാനമായിട്ട് പ്രതിപാദിക്കുന്നത്. അതിൽ ഈ എഴുത്താശാന്മാരിൽപ്പെട്ട ഒരാൾ എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് നല്ല ചരിത്രബോധവും അതുപോലെ തന്നെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അറിവും പ്രകാരം ഈ എഴുത്താശാന്മാരുടെ പരമ്പരയിൽപ്പെട്ട ഒരാളാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്ന് അദ്ദേഹം നല്ലതുപോലെ വിശ്വസിക്കുകയും ഈ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ജീവിതത്തെക്കുറിച്ചും വളരെ വ്യക്തമായിട്ടും ഈ വിശ്വാസങ്ങളുടെ കാണാപ്പുറങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥത്തിനകത്ത് അദ്ദേഹം ലേഖനം ചെയ്തു വച്ചിട്ടുണ്ട്.
അദ്ദേഹം എഴുതിയിട്ടുള്ള ഈ പിന്നെ വിശ്വാസങ്ങളുടെ കാണാപ്പുറങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥം, അത് മാതൃഭൂമിയിലൊന്ന് റിവ്യൂ ചെയ്യുവാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടുകയുണ്ടായിട്ടുണ്ട്. അവസരം എന്ന് പറയുന്നത് സാഹിത്യ അക്കാദമിയിൽ അദ്ദേഹം ഈ പുസ്തകത്തിനെ പറ്റി സംസാരിക്കുന്നത് കേൾക്കാൻ ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ ഒരു താല്പര്യം പ്രമാണിച്ച് ആ പുസ്തകത്തിനെ ഒന്ന് റിവ്യൂ ചെയ്യുവാൻ, മാതൃഭൂമിയിൽ റിവ്യൂ ചെയ്യുവാൻ എന്നെ ഏൽപ്പിക്കുകയുണ്ടായി. ഞാനത് വായിച്ചു, പൂർണ്ണമായിട്ടും 2-3 ആവർത്തി വായിച്ചപ്പോഴാണ് ഈ ബാലകൃഷ്ണക്കുറുപ്പ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയും റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എബിലിറ്റിയും മനസ്സിലാക്കാൻ സാധിച്ചത്. എങ്കിലും പല സംശയങ്ങളും എനിക്ക് അതിനകത്ത് വരികയുണ്ടായിട്ടുണ്ട്. അപ്പോൾ എഴുത്താശാൻ താമസിക്കൽ എന്ന് പറയുന്നത് എന്താണെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഈ എഴുത്താശാൻ താമസിക്കൽ എന്നുള്ള കാര്യത്തിനെക്കുറിച്ചും അതിനകത്ത് പ്രതിപാദിച്ചിട്ടുള്ള മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും ആ കാലഘട്ടത്തിൽ എഴുത്താശാന്മാർ ഇവിടെ വന്ന് എങ്ങനെയാണ് അവരുടെ പ്രവർത്തന മണ്ഡലങ്ങൾ ഒരുക്കിയത് എന്നും മറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് നേരിൽ കണ്ട് സംസാരിച്ചാൽ കൊള്ളാം എന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഞാൻ ജോലി ചെയ്യുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരിക്കൽ വരികയുണ്ടായി. ഞങ്ങൾ തമ്മിൽ കുറേ നേരം സംസാരിച്ചു ഈ കാര്യത്തെക്കുറിച്ച്. അപ്പം അദ്ദേഹം പറഞ്ഞത് ഈ എഴുത്താശാൻ താമസിക്കൽ എന്ന് പറയുന്നത് അധികം ആൾക്കാർക്കും അറിയില്ല എന്താണ് സംഭവം. അദ്ദേഹത്തിന് അതിനെപ്പറ്റി നല്ലതുപോലെ അറിയുകയും ചെയ്യാം. കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും ഒക്കെ ആയി ഈ എഴുത്താശാന്മാരെ ധാരാളമായി അവരുടെ വീടുകളിൽ താമസിപ്പിച്ച് അവരെ കൊണ്ട് കുട്ടികളെ അഭ്യസിപ്പിച്ച് അവർക്ക് ആവശ്യമായ വേതനമൊക്കെ കൊടുത്ത് പരിപാലിച്ചിരുന്നവരായിരുന്നു എന്നാണ്. സമൂഹത്തിൽ പ്രധാനപ്പെട്ട പല വീടുകാരും, ഇപ്പം മങ്ങാട്ടച്ഛൻ്റെ താവഴിക്കാർ, കുനിയേടത്ത് കുടുംബക്കാർ, അതുപോലെയുള്ള പ്രമുഖന്മാരായുള്ള കുടുംബക്കാരൊക്കെയും ഇതേപോലെ എഴുത്താശാന്മാരെ വീടുകളിൽ താമസിപ്പിച്ച് എഴുത്താശാൻ താമസിക്കൽ എന്ന പ്രവൃത്തി നടത്തി എടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം അദ്ദേഹം അത് നല്ലതുപോലെ വിവരിച്ച് തരികയാണ്. എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുകയാണത്. അതായത് ഈ യുവാക്കളായുള്ള എഴുത്താശാന്മാർ പ്രഭു കുടുംബങ്ങളിലോ വാടുന്നവരുടെ കുടുംബങ്ങളിലോ അതുപോലെ ഉന്നതന്മാരായിട്ടുള്ള സമൂഹത്തിലെ ഉന്നതന്മാരായിട്ടുള്ള വീടുകളിലോ ട്യൂഷൻ പഠിപ്പിക്കുക എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. അന്ന് ട്യൂഷൻ പഠിപ്പിക്കലില്ല, എഴുത്താശാൻ താമസിക്കലാണ്. എന്താണ് ഈ എഴുത്താശാൻ താമസിക്കില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഴുത്താശാൻ ആ കുടുംബത്തിൽ താമസിക്കണം. അതാ കാരണം അന്ന് ഈ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസൊക്കെ വളരെ കുറവല്ലായിരുന്നത്, സൗകര്യങ്ങളൊക്കെ കുറവല്ലായിരുന്നത്. ഈ എഴുത്താശാന്മാരൊക്കെ താമസിച്ചിരുന്നു മറ്റു പല സ്ഥലം, തിരുനാവായയുടെ തീരങ്ങളിൽ, കുറ്റിപ്പുറത്ത്, ശങ്കരൻകുളങ്ങര, അങ്ങനെ പല സ്ഥലങ്ങളിലും ആയതുകൊണ്ട് പിന്നെ ഉള്ളത് കോഴിക്കോട് ഒക്കെ ഉണ്ട്, കൊച്ചാൾക്കാരാണെന്നേ ഉള്ളൂ. പിന്നെ പട്ടാമ്പി, പാലക്കാടിൻ്റെ ചെർപ്പുളശ്ശേരി, ചിറ്റൂര്, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ആയതുകൊണ്ട് ഇവർക്ക് ദൈനംദിനം വീട്ടിൽ പോയി വരുവാൻ സാധിക്കില്ല. ഇപ്പം വിദ്യ അഭ്യസിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം എങ്ങനെയൊക്കെ പുറപ്പെട്ടാലും വീട്ടിൽ ചെന്ന് എത്താൻ പറ്റില്ല. അതുകൊണ്ട് പ്രഭു കുടുംബങ്ങളിൽ ഇവർക്ക് താമസിക്കുവാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ വലിയ മന്ദിരത്തിൻ്റെ എവിടെയെങ്കിലും ഒരു മുറി ഇയാൾക്ക് അലോട്ട് ചെയ്യും. അപ്പം അദ്ദേഹം വളരെ തമാശക്കൂടെ പറഞ്ഞു എന്നോട്, നോക്കൂ, അന്നത്തെ മന്ദിരങ്ങൾ അല്ലെങ്കിൽ പ്രഭു കുടുംബങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കുടുംബങ്ങളെയും മന്ദിരങ്ങളെയും മാളികകളെയും വെച്ചൊന്ന് കമ്പയർ ചെയ്യരുത് കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, അതായത് ബർത്തലോമിയോ ഡൈസ് എന്ന് പറയുന്ന പിന്നെ സഞ്ചാരി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അക്കാലത്തെ വീടുകൾ, പ്രഭു മന്ദിരങ്ങൾ എന്നൊക്കെ പറയുന്നത് ഓലമേഞ്ഞ ചെറ്റക്കുടിലിന് സമം ആണ് എന്നാണ്.
വലിയ പ്രഭുക്കന്മാരുടെ വീടുകൾ പോലും ആധുനിക പട്ടിക്കൂടുകൾക്ക് സമമാണ്. അങ്ങനെയുള്ള ആ വീടുകളിൽ ഒരു റൂം കൊടുത്തു, അല്ലെങ്കിൽ ഒരു മുറി അലോട്ട് ചെയ്തു എഴുത്താശാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ സൗകര്യങ്ങൾ, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എവിടെ വരെ ഉണ്ടാവുന്നു, എവിടെ വരെ അതിന് സൗകര്യങ്ങൾ ഉണ്ടാവും. എന്നാലും അവിടെ ഒരു മുറി ഈ എഴുത്താശാനെ അലോട്ട് ചെയ്യണം. അപ്പം അയാൾക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, കാലത്ത് എഴുന്നേറ്റ് കുറച്ച് നേരം ഈ എഴുത്താശാൻ കുടുംബത്തിലുള്ള മറ്റുള്ള കുട്ടികളെ വിദ്യ അഭ്യസിപ്പിക്കണം. അതുമാത്രമേ അത് പണിയുള്ളൂ. അത് മാത്രമേ അദ്ദേഹത്തിന് പണിയുള്ളൂ. പക്ഷെ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള ചില കാര്യങ്ങൾ അതിലുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പണിക്ക് വേണ്ടി ഈ കുറച്ച് സമയം വിദ്യ ദാനം ചെയ്യുക അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്ന് പറയുന്ന ആ പരിപാടിക്ക് വേണ്ടി അയാൾ വീട്ടിൽ താമസിക്കുകയാണ്. കുറച്ച് നാളൊക്കെ, ആദ്യത്തെ കുറച്ച് നാളുകളൊക്കെ അയാൾ അർഹിക്കുന്ന അതിൽ കൂടുതൽ ചിലപ്പോൾ ബഹുമാനമൊക്കെ കൊടുത്തിട്ടുണ്ടാവും, കിട്ടിയിട്ടുണ്ടാവും. അത് ഏറ്റവും വലിയ രസകരമായുള്ള തമാശ എന്ന് പറയുന്നത്, ഈ പ്രഭുക്കന്മാർക്ക് ഈ എഴുത്താശാന്മാരെ താമസിപ്പിക്കുന്നത് ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമായി മാറുകയാണ്. സമൂഹത്തിൽ കുറച്ച് കഴിവും തൻ്റെ അടവും അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയും തലയെടുപ്പും ഒക്കെ ഉള്ള ഒരു തറവാട്ടുകാരന് തൻ്റെ വീട്ടിൽ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു എഴുത്താശാനുണ്ട്, ഗുരുനാഥനാണല്ലോ, ഗുരുനാഥനുണ്ട് എന്ന് പറയുന്നതിൽ വല്ലാതെ അഭിമാനം കൊണ്ടു. ആ അഭിമാനം തനിക്കും കിട്ടുവാൻ വേണ്ടി പ്രഭുക്കന്മാർ മത്സരിക്കുകയും ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ പാടത്തും പറമ്പിലും പണിയെടുത്ത് കഷ്ടപ്പെട്ട് അടിമത്തം സഹിച്ച് നിന്നിരുന്ന ജന്മിമാരുടെയൊക്കെ ഈ അടിമ സംഘങ്ങളായിട്ടുള്ള എഴുത്താശാന്മാർക്ക് അവർ മറന്നു കിടക്കുന്ന അക്ഷരങ്ങളും അറിവും ഒക്കെ പ്രാക്ടീസ് ചെയ്യുവാൻ വീണ്ടും ഒരു സമയം കിട്ടണം, സന്ദർഭം കിട്ടണം. അങ്ങനെ എഴുത്താശാന്മാർ അവർക്ക് കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചിരുന്ന ആ വിദ്യാഗുണം പ്രാക്ടീസ് ചെയ്യുവാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. കണ്ടമാനം ആൾക്കാർക്ക് പണിയാവാന്നർത്ഥം. അങ്ങനെ അവർ എഴുത്താശാന്മാർ ധാരാളമായി ഈ സംരംഭത്തിൽ ഏർപ്പെടുകയാണ്. അതാ അങ്ങനെ വന്നപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊരു ഗുണം നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ എഴുത്താശാന്മാർക്ക് പ്രഭു കുടുംബങ്ങളിലും അതേപോലെ തന്നെ സമൂഹത്തിന് ഉന്നതന്മാരായിട്ടുള്ള മേൽ വർണ്ണക്കാരുടെ തന്നെ മാളികകളിലുമൊക്കെ താമസിക്കുവാനും അവിടുത്തെ കുട്ടികളെയൊക്കെ കൂട്ടിത്തൊടുവാനും ഒക്കെയുള്ള ഒരു തരത്തിലുള്ള അവകാശം തന്നെ ഉണ്ടാവുകയാണ്. എഴുത്താശാനാണോ, പിന്നെ എവിടെ പോയാലും വീടിൻ്റെ എവിടെ ചെന്നാലും പുണ്യാഹം തെളിച്ച് ശുദ്ധമാക്കണ്ട. നേരെ മറിച്ച് ആ ഗോത്രത്തിൽപ്പെട്ട ആ വംശത്തിൽപ്പെട്ട ഏതെങ്കിലും ആൾക്കാർ അകത്തേക്ക് കടക്കാൻ പോലും പറ്റില്ല. അപ്പം പുണ്യാഹം തെളിച്ച് ശുദ്ധാകണം. എഴുത്താശാന് ആ കുട്ടികളെ പഠിപ്പിക്കുന്ന ഗുരുനാഥൻ എന്നുള്ള നിലയ്ക്ക് ഗുരുസ്ഥാനമാണ് കൊടുത്തിരുന്നത്. അപ്പം ഗുരുനാഥന്മാർ ബഹുമാനിക്കപ്പെടേണ്ടത് അവരാണ് എന്നൊരു ധാരണ പൊതുവെ സമൂഹത്തിൽ വന്നുപെട്ടു. അതുകൊണ്ട് എഴുത്താശാന് ഇലയിടുന്നത്, അതായത് ഭക്ഷണത്തിനുള്ള ഇലയിടുന്നത് പോലും ജന്മി കുടുംബങ്ങളിലെ വലിയ കാരണവന്മാർക്ക് പോലും കിട്ടുന്ന സൗകര്യത്തോടു കൂടി സ്ഥാനം കിട്ടിയെന്നാണ്. അത് ഈ വിദ്യ കൈവശമുള്ളത് കൊണ്ടാണ്. തങ്ങളുടെ കുട്ടിയെ വിദ്യ അഭ്യസിപ്പിക്കുന്ന ഗുരുനാഥനായതുകൊണ്ടാണ് ആ ബഹുമാനം കിട്ടിയത്. അതാ ഈ ബഹുമാനം കിട്ടാത്ത ഒരുപാട് എഴുത്താശാന്മാർ പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുത്ത് നടക്കുന്നുണ്ട്. കാരണം അവർക്ക് വിദ്യയില്ല, അവർ ഗുരുനാഥന്മാരല്ല. അപ്പം ഗുരുവിനെ ആദരിക്കുക എന്നുള്ള ആ ഒറ്റ കാരണം കൊണ്ട് സമൂഹത്തിൽ ഈ എഴുത്താശാന്മാരുടെ തന്നെ ജാതി ഒക്കെ ഒന്ന് നല്ലതുപോലെ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഗുണമായി വന്നത്. മറ്റൊരു ദോഷം ഇതിൻ്റേത് എന്ന് പറയുന്നത്, ഇദ്ദേഹം പറഞ്ഞത്, അത് ഈ എഴുത്താശാന്മാരായിട്ടുള്ള ഗുരുനാഥന്മാർ ആദ്യം അത് മനസ്സിലാക്കിയില്ല.
എന്താണ് അതിന് ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ സാമൂഹ്യ ചിന്തകനും നല്ല നിരൂപകനും കൂടിയായിരുന്നു ഈ ബാലകൃഷ്ണക്കുറുപ്പ്. അദ്ദേഹം മാതൃഭൂമിയിലൊക്കെ സ്ഥിരമായിട്ട് എഴുതിക്കൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് പഴമയും പുതുമയും നല്ലതുപോലെ വശമായിട്ടുള്ള ആളാണ് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മേന്മ. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് അതിൻ്റെ ഒരു ദോഷം എന്ന് പറയുന്നത്? ദോഷം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമൂഹത്തിൽ ഈ എഴുത്താശാന്മാർ എന്ന് പറയുന്നവരെ വന്നുപെട്ടത് എന്തിൻ്റെ പേരിലാണ്? അവർ പൊട്ടലക്കരയിൽ നിന്നും പൊട്ടൻചേരുവായിൽ നിന്നും കടുക ഗ്രാമങ്ങളിൽ നിന്നും ആന്ധ്രാപ്രദേശിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും തമിഴ്നാടിൽ നിന്നും ഒക്കെ ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത് സർവ്വജാതി മനുഷ്യരെയും അക്ഷരം പഠിപ്പിക്കാനാണ്. കാരണം അവർ ബൗദ്ധന്മാരാണ്. അവർ ബൗദ്ധന്മാരായതുകൊണ്ട് തന്നെയാണ് അവർക്ക് അവരുടെ മനസ്സിനകത്ത് മനുഷ്യർ തമ്മിൽ യാതൊരു വിവേചനവുമില്ലാതെ അക്ഷരം കൊടുക്കണം എന്നുള്ള ബോധം വന്നത്. അതാണ്. അപ്പം ആ ബൗദ്ധ ചിന്തയാണ് അവരെ ഇങ്ങോട്ടൊക്കെ എത്തിച്ചത്. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഓരോ പ്രഭുവിൻ്റെ വീടുകളിൽ താമസിക്കുക, കാലത്തൊട്ട് വൈകുന്നേരം വരെ അവിടെ നിൽക്കുക. പണി ഉണ്ടായിട്ടും കൊള്ളാം, പണിയില്ലെങ്കിലും കൊള്ളാം. അപ്പുറത്ത് കഴിയുന്ന പാവപ്പെട്ട കീഴ്ജാതിയിൽപ്പെട്ട ഒരുത്തന് പോലും ഒരക്ഷരം പറഞ്ഞു കൊടുക്കുവാൻ ഈ എഴുത്താശാനെ കൊണ്ട് പറ്റില്ല. വേണമെന്ന് വിചാരിച്ചാലും സാധിക്കില്ല. അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും പ്രഭു കുടുംബങ്ങളിൽ കയറ്റില്ല. അപ്പോൾ തങ്ങളുടെ ലക്ഷ്യം തങ്ങൾക്ക് നിറവേറ്റാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് തങ്ങൾ ചെന്നു പെട്ടിട്ടുള്ളതെന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ എഴുത്താശാന്മാർക്ക് മനസ്സിലാവുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് പ്രഭുവിൻ്റെ മക്കളെ പഠിപ്പിച്ചത് കൊണ്ട് എന്ത് കാര്യം? അവരെ മാത്രം പഠിപ്പിക്കുവാൻ വേണ്ടിയാണോ പൊട്ടലക്കരയിൽ നിന്നും പൊട്ടചേരുവയിൽ നിന്നും കടുക് ഗ്രാമങ്ങളിൽ നിന്നും അലാവുദ്ദീൻ ഖിൽജിയോട് ഫൈറ്റ് ചെയ്ത്, മാലിക് കാഫറിനോട് ഫൈറ്റ് ചെയ്ത്, അവിടെയുള്ള കാകതീയ രാജാക്കന്മാരോടും ഹൊയ്സല രാജാക്കന്മാരോടും ഫൈറ്റ് ചെയ്ത് ഇത്രയും പാടുപെട്ട് മലയിറങ്ങി ഈ കേരളക്കരയിലെത്തിയിട്ടുള്ളത്? അവരെ അത് വേദനിപ്പിക്കുന്ന, നൊമ്പരപ്പെടുത്തുന്ന ഒരു വിചാരമായി നിൽക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് അദ്ദേഹം പറഞ്ഞു, ഈ സന്ദർഭത്തിൽ അതിന് ഇണങ്ങിയതായിട്ടുള്ള കുറച്ച് സാമൂഹ്യമായ പരിസ്ഥിതി കൂടി രൂപപ്പെട്ടു വരികയാണ്. അതായത് ഉൽപ്പതിഷ്ണുക്കളും വിപ്ലവബോധവുമുള്ള എഴുത്താശാന്മാർ പ്രഭു കുടുംബങ്ങളിൽ തനിക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ഈ കൊച്ചു മുറിയിൽ ഇരുന്നു കൊണ്ട് കാലത്ത് വിദ്യ അഭ്യസിപ്പിക്കൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് വായിക്കാം. രാമായണം, മഹാഭാരതം, രവി, മഹാത്മ്യം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിച്ചിരിക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയാണല്ലോ. അങ്ങനെ ഒരിക്കൽ ഒരു പ്രഭുവിൻ്റെ കുടുംബത്തിൽ ഒരു എഴുത്താശാൻ തൻ്റെ കാലത്തെ പ്രവൃത്തികളൊക്കെ കഴിഞ്ഞതിന് ശേഷം, പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കുത്തിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് മറ്റൊരു പ്രഭു കുതിരവണ്ടിയിൽ ഈ പ്രഭുവിനെ കാണുവാൻ വരികയാണ്. അതുണ്ടാവുമല്ലോ, അതിടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഈ വന്ന പ്രഭുവിൻ്റെ കൂടെ തൻ്റെ കൊച്ചുമകളും ഉണ്ട്. ഈ പ്രഭുവിൻ്റെ വീടിന് മുന്നിൽ, മന്ദിരത്തിന് മുന്നിൽ, വീടല്ല, മന്ദിരത്തിന് മുന്നിൽ രഥം നിർത്തി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ കൊച്ചുമകൾക്ക് മൂത്രം ഒഴിക്കണമെന്നും മലവിസർജനം നടത്തണമെന്നും ആഗ്രഹം തോന്നുകയാണ്. ആഗ്രഹം തോന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടിയാണ്. ആ കുട്ടിക്ക് അങ്ങനെ പറയുമ്പോഴേക്കും അതൊക്കെ പോകാൻ തുടങ്ങി. ആതിഥേയനായ പ്രഭു ഇത് കണ്ടിട്ട് തൻ്റെ ഭൃത്യന്മാരെ വിളിക്കാനായിട്ട് നോക്കുമ്പോൾ ഭൃത്യന്മാരാരും അവിടെ ഇല്ല. അവരൊക്കെ തൊടിയിലും പാടത്തുമാണ്. അയാൾ നോക്കുമ്പോൾ ആകെക്കൂടി കാണുന്നത് ഈ എഴുത്താശാൻ എന്ന് പറയുന്ന ആൾ തൊട്ടപ്പുറത്തെ മുറിയിൽ വെറുതെ ഇങ്ങനെ കുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എഴുത്താശാനെ അയാൾ കൈ കാട്ടി വിളിക്കുകയാണ് പ്രഭു. എഴുത്താശാൻ ഈ സംഗതി കണ്ട് മനസ്സിലാക്കി.
തൽക്കാലം വേറെ ഭൃത്യന്മാരാരും ഇല്ലാത്തൊരവസരത്തിൽ പ്രഭുവിൻ്റെ മാന്യത, പ്രഭുവിൻ്റെ മാനം, അഭിമാനം കാത്തു സൂക്ഷിക്കേണ്ടത് പ്രഭുവിൻ്റെ വീട്ടിൽ താമസിക്കുന്ന തൻ്റെ കൂടി കടമയാണ് എന്ന ഒരു ധാരണ അഭ്യസ്തവിദ്യനും നല്ലതുപോലെ കാര്യങ്ങളെക്കുറിച്ച് അറിവുമുള്ള എഴുത്താശാന് തോന്നുകയാണ്. സ്വാഭാവികമാണല്ലോ. നമ്മളിപ്പോൾ ഒരാളുടെ വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഔദാര്യത്തിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഏതെങ്കിലും തകരാറുകൾക്ക്, കുഴപ്പങ്ങൾ ഇല്ലാതെ കഴിച്ചു കൂട്ടുവാനുള്ള അധ്വാനം നമ്മളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുമല്ലോ. അതുപോലെ ഈ എഴുത്താശാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടിയെ ശുദ്ധയാക്കി, അതായത് കുളിപ്പിച്ച് മലവിസർജനങ്ങൾ കോരിക്കളഞ്ഞ് അവിടെയും വൃത്തിയാക്കി കൊടുക്കുക. അപ്പോൾ ആതിഥേയൻ്റെ മനസ്സിൽ തീർച്ചയായിട്ടും ഒരു സന്തോഷമുണ്ടാവാതിരിക്കുകയില്ലല്ലോ എന്ന് നമ്മുടെ എഴുത്താശാൻ വിചാരിക്കുകയാണ്. പക്ഷെ സംഭവം അങ്ങനെയൊന്നുമല്ല ഉണ്ടായത്. ഈ ജന്മി പോയി കഴിഞ്ഞ് ഈ സുഹൃത്ത് അല്ലെങ്കിൽ അതിഥിയായ പ്രഭു പോയി കഴിഞ്ഞതിന് ശേഷവും അവിടെ താമസിക്കുന്ന എഴുത്താശാൻ്റെ ഈ പ്രവൃത്തിയെക്കുറിച്ച് പറയുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രശംസിക്കുകയോ നല്ലൊരു വാക്ക് പറയുകയോ ഒന്നും ചെയ്യുവാൻ ഈ ജന്മി തയ്യാറായില്ല, പ്രഭു തയ്യാറായില്ല. അത് എഴുത്താശാനെ കുറച്ചൊന്ന് അസ്വസ്ഥനാക്കി. മാത്രവുമല്ല, ഇതുപോലെയുള്ള പല സന്ദർഭങ്ങളും പിന്നെയും ആ മന്ദിരത്തിൽ ഉണ്ടാവുകയാണ്. ഇതേപോലെയുള്ള അവസരം എന്നല്ല ഞാൻ പറയുന്നത്, ഇതുപോലെയുള്ള പല സന്ദർഭങ്ങളിൽ. ഇപ്പം തൊടിയിൽ പണിയെടുക്കേണ്ട വൃത്തിനില്ലാത്തൊരു ദിവസം വന്നു എന്ന് വിചാരിക്കുക. തേങ്ങയില്ല, തേങ്ങ ഇടുവാനും കിണറിൽ പോയി ബക്കറ്റ് എടുക്കാൻ മറ്റാരുമില്ലാത്ത ഒരവസരത്തിൽ കിണറ്റിൽ നിന്ന് ആ ബക്കറ്റ് എടുക്കുവാനും പ്ലാവിൽ കയറി ചക്കയിടുവാനും തൊടിയിൽ ചത്തുകിടക്കുന്ന ഏതെങ്കിലും ഒരു പശുക്കുട്ടിയെയോ ആട്ടിൻകുട്ടിയെയോ കുഴിച്ചിടുവാനും ഒക്കെ എഴുത്താശാനെ സമീപിക്കുകയാണ്. മാത്രമല്ല, എഴുത്താശാൻ ഇങ്ങനെ ഏതായാലും കാലത്തോട്ട് വൈകുന്നേരം വരെ അവിടെ കുത്തിരിക്കുന്നുണ്ടല്ലോ. അയാൾ ആയക്കൂടി ചെയ്യുന്നത് എന്താ അയാൾ ആയക്കൂടി ചെയ്യുന്നത്? പറ അത്രയേ ഉള്ളൂ. ഇത് വലിയ കാര്യമൊന്നുമല്ല എന്നായി ജന്മിമാരെ സംബന്ധിച്ചിടത്തോളം. കാരണം അവർക്കതൊന്നും വലിയ യാതൊരു വ്യത്യാസമില്ലല്ലോ. അവർ മണലിൽ കൈ കുത്തി വീണിട്ട് പോലും ഇല്ലാത്തവരാണല്ലോ. അവർക്ക് അക്ഷരങ്ങളെക്കുറിച്ചും അറിവിനെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും അങ്ങനെയുള്ള ഒരു ധാരണയും അവർക്കില്ലല്ലോ. അവർക്ക് ആയോധനമാണ് അവരുടെ കല. അവരുടെ കല എന്ന് പറയുന്നത് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുക തന്നെ, വെട്ടിയൊതുക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വിദ്യയും അവരെ അഭ്യസിക്കുവാൻ ആവശ്യപ്പെട്ടില്ല, അങ്ങനെ ചെയ്തിട്ടുമില്ല അവർ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ വീട്ടിൽ ഒരു വൃത്തനെ ഒഴിവാക്കിക്കൊണ്ട് ഈ എഴുത്താശാൻ എന്ന് പറയുന്ന ഗുരുനാഥനെ ഉപയോഗിക്കാം എന്നുവരെ ജന്മിമാർക്ക്, പ്രഭുക്കന്മാർക്ക് തോന്നാൻ തുടങ്ങി. അത്ര. ഇപ്പം ഞാൻ ഈ പറഞ്ഞ അനുഭവം, ഈ ബാലകൃഷ്ണക്കുറുപ്പ് പറഞ്ഞ ഈ കാര്യം ഒരു പ്രത്യേകമായിട്ടുള്ള എഴുത്താശാനെ സംബന്ധിച്ചിടത്തോളമുള്ള അനുഭവമല്ല, മറിച്ച് എഴുത്താശാൻ താമസിക്കൽ എന്ന് പറയുന്ന പ്രക്രിയ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുവിധം എല്ലാ എഴുത്താശാന്മാർക്കും അനുഭവപ്പെടുകയാണ്. ഒരാൾക്ക് മാത്രമല്ല, അത് വിവിധ തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ്. എല്ലാവർക്കും കുട്ടിയെ മലവിസർജനത്തിൽ നിന്ന് ശുദ്ധമാക്കേണ്ടി വന്നു എന്നുള്ളതല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊടികളിലെ പണി, പുല്ല് ചെത്തുക, വീട് വൃത്തിയാക്കുക, കുമ്മായം തയ്ക്കുക, ഇങ്ങനെ എത്രയോ 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 പണികൾ കിടക്കുന്നു ഒരു പ്രഭു കുടുംബത്തിന്. എഴുത്താശാൻ ഇങ്ങനെ ഈ അക്ഷരവും പറഞ്ഞിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല, അതൊക്കെ ഇയാൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ളൊരു തീരുമാനം അങ്ങോട്ട് ആവുകയാണ്. അതുകൊണ്ട് ഒരു പണിക്കാരനെ ഒഴിവാക്കിയിട്ട് അതിന് പകരം എഴുത്താശാനെ തന്നെ ഉപയോഗിക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അനുസരിച്ച് തങ്ങൾ ചെയ്യുന്നത് വലിയ അബദ്ധമാണ്, തങ്ങളൊരു കാലത്തും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തിയാണ്.
ജോലി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കുതന്ത്രം ഉൽപ്പതിഷ്ണുക്കളൊക്കെയാണ് എങ്കിൽ തന്നെയും ചെറുപ്പക്കാരായിട്ടുള്ള എഴുത്താശന്മാർക്ക് പെട്ടെന്ന് അങ്ങോട്ട് കയറിയില്ല. അത് അവർക്ക് കയറാൻ തുടങ്ങിയത് ഇമാതിരിയുടെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന ഒരു പ്രത്യേക എഴുത്താശാൻ, ആ എഴുത്താശാൻ ചെർപ്പുളശ്ശേരിയിൽ നിന്ന് തൻ്റെ ജന്മി കുടുംബത്തിൽ, തൻ്റെ പ്രഭു കുടുംബത്തിൽ എഴുത്താശാൻ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള പണി തൻ്റെ മേൽ അധികരിക്കാൻ തുടങ്ങിയപ്പോൾ മാത്രമല്ല, എഴുത്താശാൻ എന്ന് പറയുന്ന തന്നെ പുല്ലിൻ്റെ വില പോലും കൽപ്പിക്കാതെ ജന്മി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ആ അവഗണന സഹിക്കുവാൻ വയ്യാതായപ്പോൾ രാക്കുരാമാനം, അതാണ് രാക്കുരാമാനം, ആ എഴുത്താശാൻ ജന്മി കുടുംബം വിട്ടു പോവുകയാണ്. അങ്ങനെയൊക്കെ കൊടുക്കാനുള്ള എല്ലാ വേതനങ്ങളും, ചക്ക, മാങ്ങ, തേങ്ങ, ധാന്യങ്ങൾ തുടങ്ങിയതായിട്ടുള്ള എല്ലാ സാധനങ്ങളും പുല്ലുപോലെ വലിച്ച് കളഞ്ഞ് അതൊന്നും ശ്രദ്ധിക്കുക പോലും നിൽക്കാതെ അതൊക്കെ തട്ടി തെറിപ്പിച്ച് കളഞ്ഞു പോന്നു എന്ന് പറയില്ലേ, അങ്ങനെ തന്നെ രാക്കുരാമാനം നിളാനദിയുടെ തീരത്തുകൂടെ നടന്നു പോവുകയാണ്. ആ ഏകാന്ത യാത്രയാണ് എഴുത്താശാന്മാരായിട്ടുള്ള ഉൽപ്പതിഷ്ണുക്കൾ എഴുത്താശാൻ താമസിക്കലിലൂടെ സംഗതി മനസ്സിലാക്കിയ എഴുത്താശാന്മാർ ഇനി എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇനി എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ അതെന്തായാലും ഈ പണി വേണ്ട എന്ന് അവർ തീരുമാനിക്കുകയാണ്. ഈ പണി വേണ്ട, കാരണം ഇത് അടിമത്തത്തിൻ്റെ പണിയാണ്. ഇത് തങ്ങൾ എന്താണോ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യത്തിലേക്ക് ഒരിക്കലും നടന്നെടുക്കാൻ പാടില്ല എന്ന് സ്വാർത്ഥമായ ചിന്തയാണ് ഇതിന് തങ്ങളെ ഉപയോഗിച്ചത് എന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുകയാണ്. അതായത് ഉന്നത വർഗത്തിൽപ്പെട്ടവർക്ക് വളരെ സന്തോഷമായിരുന്നു. സാധാരണ കുട്ടികളെ അവർ പഠിപ്പിക്കില്ലല്ലോ. അതാണ് താഴ്ന്ന നിലവാരത്തിലുള്ളവരെ, പാണനെയും പറയനെയും പുലയനെയും പണ്ടാരന്മാരെയും ഒന്നും അവരിനെ പഠിപ്പിക്കില്ലല്ലോ. അതുമതി. അവർക്ക് അക്ഷരം സാർവത്രികമാക്കുവാൻ ഒരിക്കലും അവരാഗ്രഹിച്ചില്ല. അങ്ങനെ ആവരുത് എന്നാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ ദൂഷ്യങ്ങൾ, അതിൻ്റെ ചോദ്യങ്ങൾ മേൽവർണ്ണത്തിലുള്ളവരാണ് കൊടുക്കേണ്ടി വരിക. അവരുടെ സൗഖ്യത്തിന് സുഖം കിട്ടില്ല, അസ്വസ്ഥതയുണ്ടാക്കാൻ ഇവർക്ക് സാധിക്കും. 4, 3, 7 എന്ന് കൂട്ടാൻ ഒരു അധകൃത ബാലൻ തയ്യാറാവുമ്പോൾ, കഴിവ് നേടുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ജന്മിമാരുടെ ആ അപ്രമാദിത്വത്തിന് ആണ് കോട്ടം വരിക. 4, 3, 7 അല്ലടാ, 4, 3, 11 എന്ന് ജന്മി പറയുന്നത് അല്ല എന്ന് പറയുവാൻ അതുവരെ ഈ പാവപ്പെട്ട താഴെക്കടയിൽ ജീവിച്ചവർക്ക് അറിയില്ല. മറിച്ച് അവർക്ക് അറിവും വിദ്യാഭ്യാസവും ഗണിതവും ഒക്കെ ശരിക്കും പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെ ക്ലിയറായിട്ട് കാര്യങ്ങൾ ചോദിക്കും, പറയും. എനിക്ക് തരുന്ന കൂലി എത്ര, എനിക്ക് കിട്ടേണ്ട കൂലി എത്ര, ഇമാതിരി കാര്യങ്ങളൊക്കെ അവരുടെ വായിൽ നിന്ന് വന്നുകൂടാന്നില്ല. അതാ അവർ നാളെ എന്തൊക്കെ പറയും ഈ വിദ്യ കിട്ടുകയാണെങ്കിൽ. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നതാണ് മനുഷ്യനെ വിവേകിയാക്കുന്നത്, ബോധമുള്ളവനാക്കുന്നത്, വ്യത്യസ്തനാക്കുന്നത്, തിരിച്ചറിവുണ്ടാക്കി കൊടുക്കുന്നത് വിദ്യാഭ്യാസമാണ്. അങ്ങനെ തിരിച്ചറിവുണ്ടാക്കേണ്ട ആവശ്യമൊന്നും അവർക്കില്ല. അവരങ്ങനെ തിരിച്ചറിയണ്ട. അവർ പനയമ കയറട്ടെ, അവർ തെങ്ങുമ്മ കയറട്ടെ, അവർ പാറ വെടിവെക്കാനുള്ള പണിയെടുക്കട്ടെ, അതുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് നിശ്ചയമായും വിശ്വസിച്ച് നടന്നിരുന്നവരാണ്. അങ്ങനെയാണ് സമൂഹത്തിന് തങ്ങളുടെ ഉള്ളം കയ്യിലിട്ട് കൊണ്ടു നടക്കാൻ സാധിക്കുള്ളൂ എന്ന് നല്ലതുപോലെ മനസ്സിലാക്കിയവരാണ് ഈ മേൽത്തട്ടിലെ കേവന്മാരായുള്ള ആൾക്കാർ. അതുകൊണ്ടാണ് അവർ ഒരു കാരണവശാലും വിദ്യാഭ്യാസം സാർവത്രികമാക്കരുത് എന്ന് നിർബന്ധം പിടിച്ചത്. അതിനാണ് ഇപ്പോൾ കോട്ടം വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇവർ ഈ കുടുംബങ്ങളിൽ നിന്നൊക്കെ പോന്നു കഴിഞ്ഞപ്പോൾ അവരൊരിക്കലും അവരെ ഈ സാധാരണ പാവപ്പെട്ട ആൾക്കാരെ വിദ്യ അഭ്യസിപ്പിക്കുവാൻ പ്രാപ്തരാക്കരുത് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്, താല്പര്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രഭു കുടുംബങ്ങളിലൊക്കെ തളച്ചിട്ടത്. അതൊരു തളച്ചിടലാണ്.
ആ വാക്ക് വളരെ വ്യക്തമായിട്ടും ബോധ്യപ്പെടുത്തുന്നുണ്ടല്ലോ. ആ തളപ്പാണ് ഇവരിപ്പോൾ ഊരി ചവിട്ടി വലിച്ച് എറിഞ്ഞ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. നോക്കൂ, ഇങ്ങനെ വന്നവർ അവരുടെ വീടുകളിലേക്ക് രാഖി രാമായണം നടന്ന് ചെല്ലുകയാണ്. അങ്ങനെ ചെല്ലുമ്പോൾ അവരുടെ മനസ്സിനകത്ത് പുതിയ ചിന്തകൾ, പുതിയ കെട്ടിമേയലുകൾ, ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ, തങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള അറിവുകൾ അവരെ എന്താ പറയേണ്ടത്, സുഗന്ധപൂരിതരാക്കുകയാണ്. അവരുടെ മനസ്സ് നിറയെ സ്വപ്നങ്ങൾ കൊണ്ട് നിറയുകയാണ്, വിടരുകയാണ്. അവരാദ്യമായിട്ട് ചെയ്തത് വേറെ ഒന്നുമല്ല, അവരുടെ കുടുംബത്തിൽ അവരുടെ ചെറിയ വീടിന് മുന്നിൽ, കുടിലിന് മുന്നിൽ, അന്ന് വീട് എന്നും പറയാൻ പാടില്ല ഈ പാവപ്പെട്ട ആൾക്കാർക്ക്. എഴുത്താശന്മാരായുള്ളവർക്ക് വീടില്ല, മന്ദിരമില്ല, മാളികയില്ല, കുടികൾ മാത്രമേ ഉള്ളൂ. അറിയാമല്ലോ കുടികൾ എന്ന് പറയുന്നത് എന്തിനെയാണെന്ന്. അവർ താമസിക്കുന്ന വീടിനെയാണ് ഈ കുടി എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ഉപ്പ് എന്ന് നേരെ ചൊവ്വെ പറയാൻ താഴെയുള്ള ജാതിയിലുള്ളവർക്ക് പാടില്ല. ഉപ്പ് എന്ന് പറഞ്ഞതിന് അടിച്ചു കൊന്നിട്ടുള്ള പല കേസുകളും നമ്മൾ പിന്നീട് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ തീരുമാനിച്ചു, അവരിൽ ഈ എഴുത്താശൻ താമസിക്കലിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന അവര് ചെയ്തത്, അവരുടെ കുടികളുടെ മുമ്പിൽ 4 മുളയും കുറച്ച് ഓലയും അവരോട് ചേർന്ന് താമസിക്കുന്ന ചാത്തൻ പുലയൻ്റെയും വീരാത്തൻ പുലയൻ്റെയും ഉമ്മർ ഹാജിയുടെയും ഇനാശുവിൻ്റെയും ഒക്കെ സഹായം കൊണ്ട് കെട്ടിമേഞ്ഞ് ഉയർത്തുകയാണ്. പിറ്റത്തെ കാലത്ത് നോക്കുമ്പോൾ തങ്ങളുടെ കുടിയുടെ മുമ്പിലുണ്ട് വേറെ ഒരു ചെറിയ കുടി, ഒരു പന്തൽ പോലെ ഒരു കുടി. ആ കുടിയിൽ ഇരുന്നു കൊണ്ടാണ് പിറ്റേന്ന് മുതൽ അവർ കുട്ടികളെ വിദ്യ അഭ്യസിപ്പിക്കുവാൻ തയ്യാറാവുന്നത്. ഈ എഴുത്താശന്മാർ ഉണ്ടാക്കി വെച്ച ഈ പുതിയ കെട്ടിമേയലുണ്ടല്ലോ, അതാണ് പിൽക്കാലത്ത് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിൻ്റെ അക്ഷര ലോകത്ത് ഒരു പുതിയ നക്ഷത്രമായിട്ട് ഉദയം കൊള്ളുന്നത്. ആ നക്ഷത്രത്തിൻ്റെ പേരാണ് കുട്ടിപ്പള്ളിക്കൂടം എന്ന് പറയുന്നത്. അങ്ങനെയാണ് കുട്ടിപ്പള്ളിക്കൂടങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് കേരളത്തിൽ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഒരു പുതിയ വളർച്ച ഉണ്ടാകുന്നത്. ഒരു പുതിയ വളർച്ചയാണ്. ഈ കുടിപ്പള്ളിക്കൂടങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നുവെന്ന് അതേപ്പറ്റി കുറച്ചും കൂടെ പഠിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ നവോത്ഥാനങ്ങൾ പോലും ഉണ്ടായി എന്ന് പറയുന്നത് അതിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന വിദ്യാസ്ഥാപനമാണ് കുടിപ്പള്ളിക്കൂടം എന്ന് പറയുന്നത്. കുടിപ്പള്ളിക്കൂടങ്ങളിലൂടെ കേരളത്തിലെ അധസ്ഥിതരായ മനുഷ്യർ മുഴുവനും അക്ഷരാഭ്യാസികളായി നിൽക്കുകയായിരുന്നു. ഇപ്പൊ നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിൽപ്പെട്ട ആർക്കും അക്ഷരമൊന്നും പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ല. അറിവ് പഠിപ്പിക്കേണ്ടി വന്നു, തിരിച്ചറിവ് കൊടുക്കേണ്ടി വന്നു. അത് തന്നെ വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ, അതിന് സംശയമില്ല. പക്ഷെ ആ അറിവ് ഇവരിൽ നിൽക്കാൻ പ്രാപ്തി നേടി കൊടുത്തത് ഈ അക്ഷരാഭ്യാസമാണ്, ഈ കുടിപ്പള്ളിക്കൂടം എഴുത്താശന്മാരാണ്. അങ്ങനെ കുടിപ്പള്ളിക്കൂടം എന്ന് പറയുന്ന ഒരു കണ്ടുപിടുത്തമാണ് ഈ എഴുത്താശന്മാർ നിർവഹിച്ചത്. ആ കുടിപ്പള്ളിക്കൂടം എന്ന് പറയുന്ന സമ്പ്രദായം കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ വിദ്യാഭ്യാസ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നക്ഷത്ര പ്രകാശമായി പിൽക്കാലത്ത് മാറുകയാണ്. ഇങ്ങനെയാണ് കുടിപ്പള്ളിക്കൂടങ്ങൾ ഉണ്ടായത്. ഇതിനു മുൻപുണ്ടായത് കുടിപ്പള്ളിക്കൂടങ്ങളല്ല, പള്ളിക്കൂടങ്ങൾ ഉണ്ടായിരുന്നു.
അത് വീടുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുമല്ല. എഴുത്താശാന്മാർ താമസിച്ചിരുന്ന വീടുകളുമായി ബന്ധപ്പെട്ടിട്ട് അല്ല ആദ്യകാലത്ത് സാർവത്രിക വിദ്യാഭ്യാസം നടപ്പിലായത്. ഇതേപോലെയുള്ള എഴുത്താശാന്മാരുടെ ഇവരുടെയൊക്കെ പൂർവികന്മാർ തന്നെ ചെയ്തതാണ്. പക്ഷേ അവിടെ ഒരു ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് ബൗദ്ധന്മാർ അവർ പള്ളികളിൽ വെച്ച് നടത്തിയ വിദ്യാസമ്പ്രദായമാണ്. പള്ളി വിദ്യാഭ്യാസമായിരുന്നു അത്. പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആരാധനാലയങ്ങളിൽ നിന്നാണ്. അതാണ് ഈ പള്ളിക്കൂടങ്ങളായി മാറിയത്. അപ്പം പള്ളിക്കൂടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ വെച്ച് പഠിപ്പിച്ചതല്ല, മറിച്ച് പള്ളി എന്ന് പറയുന്ന അവരുടെ ആരാധനാലയങ്ങളെ അവർ വിദ്യാസ്ഥാപനങ്ങളായി സ്കൂളുകളായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പള്ളിക്കൂടങ്ങൾ എന്ന് പറയുന്ന ഒരു വാക്ക് മലയാളത്തിൽ ഉണ്ടാകുന്നത് ഈ ബൗദ്ധന്മാരുടെ പ്രവർത്തനം കൊണ്ടാണ്. പക്ഷെ ആ പള്ളിക്കൂടങ്ങളിൽ പിന്നെ 15-ാം നൂറ്റാണ്ടോടുകൂടെ അത്തരത്തിലുള്ള പള്ളിക്കൂടങ്ങൾ ഇല്ലാതായി പോയി. ബൗദ്ധന്മാരില്ലാതായല്ലോ, ബൗദ്ധന്മാർ തന്നെ ഓടിച്ചു കളഞ്ഞല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ആരാധനാലയങ്ങളിൽ വെച്ച് വിദ്യ അഭ്യസിപ്പിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായില്ല. മറിച്ച് അതേ താല്പര്യമുണ്ടായിരുന്ന ബൗദ്ധന്മാർ അവരുടെ കുടികളുടെ മുമ്പിൽ വെച്ച് വിദ്യാസ്ഥാപനം ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് ആ കുടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് കുടിപ്പള്ളിക്കൂടങ്ങൾ എന്ന് പറയുന്ന പേരുണ്ടാകുന്നത്. അപ്പം പള്ളിക്കൂടങ്ങൾ വഴിയും കുടിപ്പള്ളിക്കൂടങ്ങൾ വഴിയും രണ്ട് സന്ദർഭങ്ങളിലായിട്ടാണ് വിദ്യാഭ്യാസം സാർവത്രികമായത് എന്നുള്ളതാണ്. ഒന്ന് പള്ളിക്കൂടങ്ങൾ വഴിയും മറ്റൊന്ന് കുടിപ്പള്ളിക്കൂടങ്ങൾ വഴിയുമാണ്. അപ്പം കുടിപ്പള്ളിക്കൂടങ്ങൾ എന്ന് പറയുന്നത് സാർവത്രികമായ വിദ്യാഭ്യാസത്തിൻ്റെ രണ്ടാം സ്റ്റേജ് ആണ് എന്നതാണ് ഇനി നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ളത്. അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ടത് ഈ കുടിപ്പള്ളിക്കൂട വിദ്യാഭ്യാസം ഏതൊക്കെ രീതിയിലായിരുന്നു നടത്തിയത്, ഏതൊക്കെ തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് സാധാരണ കുട്ടികൾക്ക് അവിടെ നിന്ന് ലഭിച്ചത്, അതുകൊണ്ട് സമൂഹത്തിലുണ്ടായിരുന്ന ഗുണങ്ങൾ എന്തൊക്കെ, ഇമാതിരി കാര്യങ്ങളെക്കുറിച്ച് അറിയുമ്പോഴാണ് നമ്മൾ കുടിപ്പള്ളിക്കൂട വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നിസ്സാര സംഭവമല്ല. മറിച്ച് കുടിപ്പള്ളിക്കൂട വിദ്യാഭ്യാസവും കിട്ടിയില്ലായിരുന്നുവെങ്കിൽ 15-ാം നൂറ്റാണ്ട് മുതൽ കേരളത്തിലെ സാധാരണ പാവപ്പെട്ട മനുഷ്യന് മുഴുവനും നിരക്ഷരരായി കഴിയുമായിരുന്നു എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കുക. കുടിപ്പള്ളിക്കൂട വിദ്യാഭ്യാസത്തിന് സിലബസ് ഉണ്ടായിരുന്നുവോ? അതെന്തെങ്കിലും നിക്ഷിപ്തമായ സിലബസുകൾ ഉണ്ടായിരുന്നുവോ? അതൊക്കെ ഉണ്ടത് കിട്ടിയത് അധ്യാപകന്മാർക്ക് തോന്നിയത് വിളിച്ചു പറയുകയായിരുന്നുവോ? ഓരോരുത്തരും സിലബസ് ആയിരുന്നുവോ? അങ്ങനെയൊന്നും അല്ല എന്നുള്ളതൊക്കെയും നമ്മളിത് കാണാൻ പോവുകയാണ്. ആ കുടിപ്പള്ളിക്കൂട വിദ്യാഭ്യാസത്തിൻ്റെ മാറ്റ് എന്ന് പറയുന്നത് എൻ്റെ കേൾവിക്കാരായിട്ടുള്ള നിങ്ങളുടെ വീടുകളിൽ ഇപ്പോഴും തീർച്ചയായിട്ടും കുടിപ്പള്ളിക്കൂട വിദ്യാഭ്യാസത്തിൻ്റെ സൗരഭ്യം കിട്ടിയിട്ടുള്ള പല കാരണവന്മാരും ഉണ്ടാകും. അതാണ് അവർ നേരിട്ട് പോയിട്ടില്ലെങ്കിലും അവരുടെയൊക്കെ അച്ഛനോ അപ്പൂപ്പന്മാരോ കുടിപ്പള്ളിക്കൂട വിദ്യാഭ്യാസത്തിൽ നിന്ന് വിദ്യ കിട്ടിയവരായിട്ടുണ്ടായിരിക്കും. കാരണം ഈ അടുത്ത കാലം വരെ കുടിപ്പള്ളിക്കൂട വിദ്യാഭ്യാസം കേരളത്തിൽ നിലനിന്നിരുന്നു. 1918 റാണി ഗൗരി പാർവതി ലക്ഷ്മിബായി നടപ്പിലാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ വിളംബര പ്രകാരമാണ് തിരുവിതാംകൂറിൽ വിദ്യാസ്ഥാപനങ്ങൾ സ്കൂളുകൾ സർക്കാർ വക ഉണ്ടായത് എന്നാണ്. അപ്പം 1918 മുൻപുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് വിദ്യയുടെ ഭാഗത്തു നിന്ന് കിട്ടേണ്ടതായുള്ള എല്ലാ അറിവും കൊടുത്ത് കുടിപ്പള്ളിക്കൂടം വഴിയാണ്. അപ്പോൾ അവിടെയൊക്കെ അവിടെയൊക്കെ പഠിച്ചിട്ടുള്ള എത്രയോ ആൾക്കാർ ഓരോ വീടുകളിലെ കാരണവന്മാരായിട്ട് ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ കുടിപ്പള്ളിക്കൂട വിദ്യാഭ്യാസം കിട്ടിയവർ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നല്ല. നിങ്ങളുടെ വീട്ടിലുള്ള കാരണവന്മാർക്ക് തീർച്ചയായിട്ടും ഒരു 75 വയസ്സായുള്ള ഒരു കാരണവർക്ക് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും ജ്യേഷ്ഠന്മാരുടെയും ഒക്കെ സ്മരണകൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരിക്കുമല്ലോ. അവർക്കറിയാം കുടിപ്പള്ളിക്കൂട വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എത്രമാത്രം ഉപകാരപ്രദമായിരുന്നു എന്ന കാര്യത്തിനെ കുറിച്ചൊക്കെ.
ഇപ്പം ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 10-25 വയസ്സ് കഴിഞ്ഞ ഒരു ആള്, അയാൾ പ്രാഥമിക വിദ്യാഭ്യാസം പോലും കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക. എന്ത് തരത്തിലുള്ള ഒരു മനുഷ്യനായിട്ടാണ് അയാൾ വളരുക? അപ്പോൾ ആ ഒരു അവസ്ഥയായിരുന്നു കുടിപ്പള്ളിക്കൂടെ വിദ്യാഭ്യാസം ഉണ്ടാകുന്നതിന് മുൻപ് കേരളത്തിലുണ്ടായിരുന്ന പാവപ്പെട്ട മനുഷ്യർക്കുണ്ടായിരുന്നത്. അപ്പോൾ കുടിപ്പള്ളിക്കൂടെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന സമ്പ്രദായം വന്നതോടുകൂടിയാണ് കേരളത്തിലെ സാധാരണ മനുഷ്യർ എന്ന് പറയുന്നത് മനുഷ്യരായി മാറിയത്. അതിനു മുമ്പ് മൃഗം തന്നെയാണ്. എന്ത് വ്യത്യാസമുള്ളത്? തിരിച്ചറിവില്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളിൽ നിന്ന് എന്ത് വ്യത്യാസമാണുള്ളത്? എന്ത് വ്യത്യാസമാണുള്ളത്? അപ്പം മനുഷ്യന് തിരിച്ചറിവ് നൽകിയത് കേരളത്തിൽ ആദ്യമായിട്ട് കുടിപ്പള്ളിക്കൂടങ്ങൾ തന്നെയാണ്. മറുഭാഗത്ത് ഉന്നതന്മാർ നടത്തുന്ന പല പള്ളിക്കൂടങ്ങളും പല സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നു, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബ്രാഹ്മണ മഠങ്ങൾ അവർ വിദ്യാലയങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷെ ആർക്ക് എന്ത് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്? അവരുടെ കുറച്ച് ആൾക്കാർക്ക് മാത്രം. താഴെ നിരത്തിലൂടെ നടന്നു പോകുന്ന പാവപ്പെട്ട മനുഷ്യനെ നോക്കി പുച്ഛിക്കുക, പുച്ഛമാണ് അവർക്കുണ്ടായിരുന്നത്. കാരണം അവരെ അറിവിൻ്റെ നിറകുടങ്ങളാണല്ലോ. ആ അറിവിൻ്റെ നിറകുടങ്ങൾ സാധാരണ ആൾക്കാരെ പുച്ഛിച്ച് തള്ളുകയായിരുന്നുവല്ലോ. ഈ പുച്ഛത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെട്ടത് ഈ കുടിപ്പള്ളിക്കൂടങ്ങളുടെ, ഈ എഴുത്താശാന്മാരുടെ അശാന്ത പരിശ്രമം കൊണ്ടാണ്. ഞാൻ അക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിസ്തരിച്ച് പറയുന്നില്ല. കുടിപ്പള്ളിക്കൂട വിദ്യാഭ്യാസത്തെ കുറിച്ച് നമുക്ക് കുറച്ച് നല്ലതുപോലെ അറിയേണ്ടതുണ്ട്. അവരെങ്ങനെയാണ് ഗ്രാമങ്ങളിൽ വ്യാപിച്ചു നിന്നിരുന്ന ഈ നിരക്ഷരത ഇല്ലാതാക്കിയത്, ഗ്രാമങ്ങളെ എങ്ങനെയാണ് അവർ വെളിച്ചപ്പെടുത്തിയത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ അറിയാനുള്ളത്. അക്കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത പ്രഭാഷണം മുതലാവാം. തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.